ഞങ്ങളുടെ യൂട്യൂബിൽ വരുന്ന കിട്ടുണ്ണിക്ക് എന്താ പറയാനുള്ള? എന്താന്ന് പറയണ്ട ചേച്ചി? നാട്ടിൽ പോയില്ലേ? അപ്പൊ എന്താണെന്ന് നാട്ടിൽ പോയിട്ടൊക്കെ പോയി പിള്ളേരും പേരക്കിടാങ്ങളെയൊക്കെ കണ്ട് തിരിച്ചു വരുമല്ലോ, ഞങ്ങളെ ഉപേക്ഷിക്കയില്ലല്ലോ. ഇല്ല 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 ഇല്ല, നിങ്ങളുടെ കൂടെ കൂടിയിട്ട് പിന്നെ അധികം നിന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂടെ ചന്തു എന്നെ ചതിച്ചിട്ട് പോണേന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇവരെ അകത്ത് കൊണ്ടുപോയാണ്. അഥവാ സേവ്യർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാണെങ്കിൽ ഇതാണ് സേവ്യർ, കണ്ടുപിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നേ. ചേച്ചിയുടെ എന്ത് അതെന്ത് സാധനം? ആ പിന്നെ യുഎയുടെ ബോട്ട് ഇട്ട് നാട്ടിലേക്ക് പോണത്. ഇനി പറ, ഇടവേളയ്ക്ക് ശേഷം പ്രഷറോട് പറയാനുള്ള. അതാദ്യം എനിക്ക് പറഞ്ഞു. ഫ്ലൈറ്റിലും അറിയാം നിങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണം എന്താണ്? ബിരിയാണി. രാത്രിയാ? ബിരിയാണി. അത് തന്നെ വേണം. ഇതാണ് ഞാൻ പറയണത് കേൾക്കണമെന്ന് ജീവിതത്തിൽ. ആണ് മണ്ടന്മാരല്ല അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ. അതല്ല, അയാളുടെ അടുത്ത് തന്നെ പോയേക്കാണ്. ഞാൻ പറഞ്ഞ അപ്പുറത്ത് പോകുന്നു പറഞ്ഞിട്ട്. ഓ, അപ്പൊ മണ്ടന്മാര് ഞങ്ങളാണല്ലേ. ഇങ്ങനെയൊക്കെയാണ് ചേച്ചി ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്നത്. അയ്യോ വളക്കട്ടെ. ചേച്ചി ചിന്താവിഷ്ടയായ സീത പെണ്ണാണ്. അപ്പൊ ആന്റോണി ആണാണെങ്കിൽ എന്ത് പറയും? എനിക്കറിയില്ല. ഒരു പുതിയ വാച്ച് മേടിച്ചതിൻ്റെതാണ്. എപ്പോഴെപ്പോഴും സമയം നോക്കുന്നത്. അയ്യോ, ഗൾഫിൽ നിന്ന് വരുന്ന മാമൻ. ഗൈസ്, ഷാർജ എയർപോർട്ട് എനിക്ക് അത്രയും ശീലമില്ല. സോ ആന്റോണീനെയും ചേച്ചീനെ ആക്കാനാണ് ഞാൻ അകത്തേക്ക് വന്നത്. എന്നെ സൂക്ഷിച്ചു നോക്കിക്കോളാം എന്ന് ആന്റോണി പറഞ്ഞതാണ്. ഇപ്പൊ അവര് പാക്ക് ചെയ്ത് പോയി. ഞാൻ എങ്ങനെ പുറത്തു പോകുമെന്ന് എനിക്കറിയില്ല. അതൊന്നും പറയാതെയാണ് ആന്റോണി മൈൻഡാതെ പോയത്. അങ്ങനെ പറ. ഇപ്പൊ ചേച്ചി പറഞ്ഞ കാരണമാണ് എന്നെ മൈൻഡ് ചെയ്ത്, ഇല്ലെങ്കിൽ എന്നെ മൈൻഡാതെ. ഈ കാണുന്നതാണ് ആന്റോണിയുടെ ഹാൻഡ് ബാഗ്. ഇതിൽ ആന്റോണിയുടെ ജീവിത പ്രാരാബ്ദങ്ങളാണ്. ആടുജീവിതം കണ്ട എല്ലാവർക്കും ആന്റോണി എന്നെ ഉപേക്ഷിച്ചിട്ട് ആന്റോണിയുടെ ബാഗ് തള്ളാൻ പറഞ്ഞ്, ആന്റോണിയുടെ ഹാൻഡ് ബാഗ് എടുക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണ് ആന്റോണി. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സഹായിക്കണതൊന്ന് വ്ലോഗിലിടാൻ പറയണം ആന്റോണി, ഒന്ന് ഷൈൻ ചെയ്യാൻ. എന്ത് നല്ല മനസ്സ്. ഞാൻ ഈ പറയണത് ആന്റോണി ഒന്നും കേൾക്കുന്നില്ല, വെറുതെ ചിരിക്കുന്നു പാവം. താങ്ക് യു. ബൈ ആന്റോണി. കൊച്ചെത്തി. സേവ്യർ എന്നെ ഉപേക്ഷിക്കാതെ നിൽക്കുന്നു പാവം സേവ്യർ. ഇപ്പോഴാണ് ശ്വാസം വീണത്.